നമസ്കാരം. സംഖ്യകൾക്ക് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അമ്പലത്തിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും നോൺ വെജിറ്റേറിയൻ ഹോട്ടലുണ്ടെങ്കിൽ തല്ലി തകർക്കാൻ കൺസെൻറ്റ് കിട്ടിയിട്ടുണ്ട്. മേലേന്ന് കൺസെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ആദിത്യനാഥ് രോഗിയുണ്ടല്ലോ, അയാളുടെ കൺസെൻറ്റ് എത്തിയിട്ടുണ്ട്. തല്ലി പൊളിച്ചു. അയോധ്യയിൽ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ മണടിക്കാൻ പാടില്ല എന്നതാണ്. ഇനി വേറെ കാര്യമുണ്ട്, ഏതൊരു ഫാമിലി ഇതുണ്ടാക്കി അപ്പോൾ അവർ പറയും അവിടെ സർവേ കല്ലുണ്ട്, പഴയ സർവേ കല്ല്. അയോധ്യ 15 കിലോമീറ്റർ. അപ്പോൾ 15 കിലോമീറ്ററിന് ഇപ്പുറത്തുള്ള വീട് ചിലപ്പോൾ ഇത് കുക്ക് ചെയ്തു വരും അവിടെ നോൺ വെജിറ്റേറിയൻ. അപ്പോൾ യുവമാർ വന്നിട്ട് ഇത് ഇവിടുന്ന് 16 കിലോമീറ്ററാണ്, നിങ്ങൾ മറ്റേ അമ്പലത്തിൻ്റെ ഉള്ളിലാണ്, അമ്പലത്തിൻ്റെ ഏരിയയുടെ ഉള്ളിലാണ്. പണി കഴിഞ്ഞു. ആ വീടിനെ എല്ലാവരും അടിച്ചു കൊല്ലും. ആയതുകൊണ്ട് 15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അളന്ന് മറ്റേ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്തെങ്കിലും ഉണ്ടായി പറയാം ഇത് 15 കിലോമീറ്ററിനകത്താ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ തല്ലാൻ പോവാന്ന് പറയും. ആ അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നത് ഭയങ്കര തമാശ അല്ലേ. ഇവിടെ ഹലാലിൻ്റെ ഒരു പ്രശ്നം വന്നു. ഹലാലായിട്ടുള്ളത് ആഹാരം. അപ്പോൾ വേറൊരു പെണ്ണവിടെ എഴുതി വെച്ചാൽ ഞാൻ കണ്ടാണ് നോട്ട് ഹലാൽ. അതിൻ്റെ പ്രശ്നമൊക്കെ വലിയൊരു അടിയും തല്ലൊക്കെ ആയിട്ട് ഇവിടെ അടങ്ങി തുടങ്ങിയതാണ്. ഹലാൽ വെക്കാൻ പാടില്ല. പക്ഷെ ഇവിടുന്ന് വിദേശത്തേക്ക് അയക്കുന്ന സാധനങ്ങൾക്ക് കൂടെ ഹലാൽ വെക്കണം കേട്ടോ. അത് ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും എന്താണെങ്കിൽ പോലും മാംസം ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്നത്. അതൊക്കെ അവിടെ അയക്കുമ്പോൾ ഹലാൽ ചിഹ്നം വേണം. അല്ലെങ്കിൽ സൗദി അറേബ്യക്കാർ എടുക്കില്ല, അറേബ്യൻ കൺട്രീസ് എടുക്കില്ല അവിടെ. അപ്പം അതൊക്കെ അവർ ചെയ്യും. അത് കാര്യം അവരുടെ വരവിൻ്റെ കാര്യമാണല്ലോ അതൊക്കെ. ഏതായാലും അതുപോലെ തന്നെയാണ് ഗോവധത്തിൻ്റെ പേരും പറഞ്ഞ് എത്ര മനുഷ്യന്മാരെയാ തല്ലിക്കൊന്നത്. എന്നിട്ട് ഈ ഗോക്കളുടെ സ്ഥിതി എന്താണ്? ഗോക്കൾ തെണ്ടി നടക്കുന്നു. തെണ്ടി കിടന്നിട്ട് അതിന് വെള്ളം പോലും കിട്ടാതെ, നടക്കാൻ പറ്റാതെ, വായിൽ കൂടെ പതൊലിപ്പിച്ച് എവിടെയും ചത്തു വീഴുന്നു. ഞാൻ നാഗപ്പൂരിലുള്ളപ്പോൾ എത്ര സ്ഥലങ്ങളിൽ ആ വഴിക്ക് പോകാൻ പറ്റില്ല, ഈ വഴിക്ക് പോകാൻ പറ്റില്ല, ചത്ത് ചീഞ്ഞ് പിന്നെ അത് കാക്കകളോ അല്ലെങ്കിൽ കൃമികളോ വന്ന് പുഴുത്ത് 1 മാസം കൊണ്ട് അതിനെ എല്ലും തോലിയാക്കിക്കാൻ ആ വഴിക്ക് നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. പട്ടിണി കിടന്ന് വെയിലും കൊണ്ട് ചത്തുപോയാൽ കുഴപ്പമില്ല. പക്ഷേ സമയത്ത് അതിനെ സ്ലോട്ട് ചെയ്തിട്ട് അതിനെ ഇറച്ചിയാക്കി മാറ്റി കഴിഞ്ഞാൽ അത് തിന്നുന്നവരവർ കൊല്ലും, മനുഷ്യരെ അവർ കൊല്ലും. അത് എത്ര കണ്ടതാണ്. ഇതിപ്പോൾ അതിന് അനുബന്ധമായിട്ടുള്ള മറ്റൊരു സാധനം വന്നിരിക്കുകയാണ്. നോൺ വെജിറ്റേറിയൻ അമ്പല പരിസരത്ത് പാടില്ല. ഇപ്പം അയോധ്യയിൽ മാത്രമാണ് കേട്ടോ. പക്ഷേ അയോധ്യയുടെ ഉള്ളിൽ ഒതുങ്ങിയേക്കുന്നത് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ? ഇനി ഇതൊരു ട്രെൻഡായിട്ട് മാറും, ഒരു പരിപാടിയായിട്ട് മാറും. ബാക്കി ഇവിടെ സംഖ്യക്കുട്ടപ്പന്മാർ നോക്കിക്കോളും. നാളെ ഇവിടെ ശബരിമലയുടെ പിന്നെ ചുറ്റുപാടൊന്നുമില്ല. ഗുരുവായൂർ അല്ലെങ്കിൽ വൈക്കത്ത് അല്ലെങ്കിൽ നമ്മളുടെ മറ്റേ എന്തായാലും പറയാം വടക്കുന്നാഥല്ലേ, ഇപ്പം അവിടേക്കും തുടങ്ങും 15 കിലോമീറ്റർ. അപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ചാൽ വടക്കുന്നാഥിൻ്റെ 15 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം മറ്റേ അവിടെ വരെ എത്തിയിട്ടുണ്ടാവും. മണ്ണൂത്തി കടന്നു പോകേണ്ടവർ പീച്ച് വരെ എത്തിയിട്ടുണ്ടാവും. പീച്ച് വരെയുള്ള ഏതെങ്കിലും വീട്ടിൽ ബീഫിൻ്റെയോ അല്ലെങ്കിൽ മീൻ വെക്കുന്നതോ നോൺ വെജിറ്റേറിയൻ എന്തെങ്കിലും വെക്കണമെങ്കിൽ ആ വീടപ്പോൾ തല്ലിപ്പൊളിക്കും. ഇതേ പരക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്ന പ്രവചന, പക്ഷെ ഇവരുടെ സ്വഭാവം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് കിടുകിടുകിടുന്നനെ പരന്നു പോകും. ഇനിയിപ്പോൾ പല അമ്പലക്കാരും ബോർഡ് വയ്ക്കാൻ നിർബന്ധിതരാകും. അമ്പലത്തിൻ്റെ 15 കിലോമീറ്റർ അകത്ത് നോൺ വെജിറ്റേറിയൻ കടകൾ പാടില്ല. വീടിനകത്തൊക്കെയാണെങ്കിൽ രഹസ്യമായിട്ട് സാധനങ്ങളൊക്കെ വെക്കാം. പക്ഷേ കോഴിയെ വയ്ക്കുമ്പോൾ എൻ്റെ പൂട കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെ കളയണമെന്ന് അറിയാമോ? വല്ല ഗൾഫിലേക്ക് കയറ്റുമതി ചെയ്യണം. ഇവിടെ എവിടെ ഇട്ടാലും പറയും ഇതെന്താ ഈ പൂട ഇവിടെ. മറ്റുള്ളവരെ വീട്ടിലിട്ടാലും അവരെ പറയില്ല, അവർക്ക് തല്ലിയിട്ടില്ലേ. അപ്പോൾ ഈ പൂട എവിടെ ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏതെങ്കിലും മാലിന്യക്കുഴിയിൽ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ചുറ്റുമുള്ള ആൾക്കാർ അന്വേഷിച്ച് നടക്കും ദണ്ഡയായിട്ട് തല്ലി കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ആഹാരം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ എല്ലും തോലും കോഴിയാണെങ്കിൽ അതിൻ്റെ പൂടയും കൊണ്ട് കളയാനുള്ള സ്ഥലം വേറെ അന്വേഷിക്കണം. ആ ഒരു ഗതിയാണ് വരുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സംഘപരിവാർ കാത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേ ഹിന്ദുക്കൾ, അതായത് ഹിന്ദുത്വവാദികളാകാൻ വെമ്പി നിൽക്കുന്ന ഹിന്ദുക്കൾ. അപ്പോൾ അവരൊക്കെയും ഇത് കാണുമ്പോൾ ഇത് ശരിയല്ലേ, ഭഗവാൻ ഇരിക്കുന്നിടത്ത് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടുണ്ടോ? ഈ മണ്ടന്മാരുടെ എത്ര പറഞ്ഞാലും കാര്യമില്ല. ശ്രീരാമൻ കാട്ടിലെന്താ ഭക്ഷിച്ചിരുന്നത്? കാട്ടിൽ അരിയും ഗോതമ്പ് സാമ്പാർ വെച്ചാണ് കഴിച്ചിരുന്നത്. അവിടെ നല്ലൊരു ഇളമാൻ പോണ സമയത്ത് സീത എന്താ പറഞ്ഞേ, എനിക്ക് ആ മാനെ വേണമെന്ന്. അതിനെ പിടിക്കാൻ പോയി. പക്ഷെ ഇന്ന് വരെ രഹസ്യമാരും പുറത്തു പറഞ്ഞിട്ടില്ല കേട്ടോ. ആ മാനെ പിടിക്കാൻ പോയ ശ്രീരാമൻ എങ്ങനെയാണ് പോയതെന്നറിയോ? കയറ് കൊണ്ടല്ല പോയത്.
അമ്പും ബില്ലും കൊണ്ടുപോയിട്ട് അതിനെ ഷൂട്ട് ചെയ്തു, അതിനെ കൊന്നു. അതാണ്ടായത്. കൊല്ലം ഓടി മാരീജനായിരുന്നു നോക്കിയാൽ പറയും മായാമാന എന്ന് പറയും. അപ്പോൾ ഈ പെണ്ണ് സീത എന്ന് പറഞ്ഞ പെണ്ണ് അതിനെ പിടിച്ചുകൊണ്ടിരാൻ പറഞ്ഞാൽ എന്തിനാ അറിയാമോ? ഇവിടെ വെച്ചിട്ട് കാട്ടുമുളകും കൂടി അരച്ച് അതിനെ പാചകത്തിൽ തിന്നാൻ വേണ്ടിയിട്ടായി പറഞ്ഞത്. അപ്പം ഇത് ശ്രീരാമൻ മറ്റേ മദ്യവും അതുപോലെ തന്നെ ഇത് മറ്റേ മാംസവും കഴിച്ചിരുന്നില്ല. പലലമാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്നത്, കാക്കയുടെ മാംസം. കാക്കയെ ഷൂട്ട് ചെയ്ത് പിടിച്ച് അതിനെ പാറയുമിലിട്ട് ഉണക്കി, അതൊക്കെയാണ് ഉപ്പൊക്കെയും കൂട്ടി. ഉപ്പ് ഒന്നും ഉണ്ടാവും എനിക്കറിയില്ല. ഇനിയിപ്പോൾ അവിടുന്ന് ദൂതന്മാർ ഉപ്പ് കൊടുത്തു വെച്ചാൽ ഏതൊരു ആശ്രമങ്ങളിൽ പോകുമ്പോൾ കാട്ടിലേ അവിടെ നിന്ന് ഉപ്പ് ശേഖരണം നടത്തിയിട്ടൊന്നും അറിയില്ല. ഉപ്പ് ശേഖരണമല്ല കേട്ടോ. അപ്പോൾ നടത്തിയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇവരൊക്കെ കൃഷ്ണൻ വരുന്നുണ്ട്, ഇന്ദ്രപ്രസ്ഥത്തിൽ കൃഷ്ണൻ വരുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇളമാനിൻ്റെ ഇറച്ചിയും മദ്യവും കൃത്യമായിട്ട് കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടുള്ള ചരിത്രമുണ്ട് മറ്റ് പുരാണങ്ങളിൽ. അപ്പം അവരൊക്കെ ഇത് കഴിച്ചിരുന്നവരാണ്. ഇവിടെയുള്ള ഈ യാഗയജ്ഞങ്ങൾ നടക്കുന്ന സമയത്ത് അതിനകത്തൊരു പശുക്കുട്ടി അവിടെ കെട്ടിയിടും. അത് ഈ മൂപ്പെത്താത്ത എന്നാൽ ഇളയതല്ലാത്ത ഏകദേശം ഒരു 1.5 വയസ്സ് പ്രായമുള്ളൊരു പശുക്കുട്ടി അവിടെ കെട്ടിയിടും. എന്നിട്ട് ആ പശുക്കുട്ടി അവിടെ കെട്ടിയിട്ടിട്ട് ആ യാഗത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ ആ പശുക്കുട്ടിയുടെ എല്ലാ ദ്വാരങ്ങളും, മൂക്ക്, വായ, ചെവി, ആസനദ്വാരം എല്ലാം പൊത്തിപ്പിടിക്കും. കാരണം വളരെ കടുത്തതിൽ കയ്യും കാലും കെട്ടിയിട്ടുണ്ട്, പൊത്തിപ്പിടിച്ച് അതിനെ കൊല്ലും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാംസം തന്നെ അതെടുത്തിട്ട് അത് പൊരിച്ച് തിന്നാണ് ഈ യാഗയജ്ഞങ്ങളിൽ ചെയ്യുക. അതിന് പകരം ഇപ്പം അത് പറ്റാണ്ട് വന്നപ്പോൾ എന്തായി? അതിന് പകരം അവിടെ ഈ മറ്റേ അരിമാവ് കൊണ്ട് ഒരു പശുക്കുട്ടി ഉണ്ടാക്കും. എന്നിട്ട് ആ അരിമാവിനെ വെട്ടി തിന്നും. അപ്പം അതാ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഇവിടുത്തെ ഹിന്ദു ദൈവ കോൺസെപ്റ്റൊക്കെ പോകുന്നതെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ അവരേക്കും വലിയ വെജിറ്റേറിയൻ ആൾക്കാരായി, ശ്രീകൃഷ്ണൻ വെജിറ്റേറിയൻ്റെ ആൾക്കാരായി. ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ നിവേദ്യം ഇളമാൻ്റെ ഇറച്ചിയും കള്ളും നിവേദിക്കണം അവിടെ. അതാണ് അതിൻ്റെ മര്യാദ. മറ്റേ ഇവിടെ ഇവിടെയുണ്ടല്ലോ കണ്ണൂർ മുത്തപ്പനുണ്ടല്ലോ, ചെറിയൊരു പാത്രത്തിൽ കള്ള്, ഒരു മീൻ്റെ കഷ്ണം. കാരണം അദ്ദേഹം അങ്ങനെയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്, അതാണ്. അപ്പം അത് പാലിപ്പിക്കപ്പെടില്ല. വേണ്ട ഒരു സുപ്രഭാതത്തിൽ ഇവിടെ കുറേ ആൾക്കാർ കൂടിയിട്ട് അങ്ങനെ ഒരു ദൈവത്തെ ഒരു ബ്രാഹ്മണ ദൈവമാക്കി മാറ്റാൻ പാടുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ തൃപ്രയാർ അവർക്കും കാക്കയുടെ ഇറച്ചി ഉണ്ടാക്കണം. അവിടെ കാക്കയുടെ ഇറച്ചിയും മറ്റേ കൂട്ടിയിട്ട് വേണം അവിടെ. ഇത് രാമനാണല്ലോ, അയാളല്ലേ അവിടുത്തെ രാമനല്ലേ ഇവിടുത്തെ പ്രതിഷ്ഠ, അയാൾക്ക് കാക്കയുടെ ഇറച്ചിയാണ് കൊടുക്കേണ്ടത്. ഗുരുവായൂർ ഇളമാൻ്റെ ഇറച്ചി കൊണ്ട് കൊടുക്കണം. അല്ലാണ്ട് കദളിപ്പഴവും തേനും പാലും കൂട്ടിയിട്ട് കലർത്തിയിട്ടല്ല കൊടുക്കണം. ഈ അർദ്ധിക്കാൻ വരും അയാൾക്ക്. അപ്പം അവിടെ കാക്കയുടെ ഇറച്ചിയാണ് കൊടുക്കേണ്ടത്. കൃഷ്ണൻ്റെ അമ്പലത്തിൽ മറ്റേ ഇളമാൻ്റെ ഇറച്ചിയും ചാരായവും കൊടുക്കണം. തൃപ്രയാർ കാക്കയുടെ ഇറച്ചി കൊടുക്കണം. അതൊക്കെയാണ് ശരി. അപ്പം ഇപ്പം ഇവരെയൊക്കെയാണ് പെട്ടെന്ന് ബ്രാഹ്മണ ദൈവങ്ങളാക്കിയാണ് മാറ്റി. അതിൻ്റെ പരിസരത്ത് പോലും ഈ സാധനം എന്തായാലും പറയുക, ഈ ഇറച്ചി പാടില്ല എന്നായി. എത്ര കടകളാണ് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ലക്ഷ്യം വയ്ക്കുന്ന കാര്യം എന്നറിയാമോ? പ്രധാനമായിട്ട് ഒരു 100 കടയുണ്ടെങ്കിൽ, അതായത് വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, അതായത് മാംസം വെട്ടുന്നതും മാംസം മുറിച്ച് കൊടുക്കുന്നതും മാംസം വേവിച്ചിട്ട് ചിക്കൻ കറിയോ അല്ലെങ്കിൽ മട്ടൻ കറിയോ ആയിട്ട് കൊടുക്കുന്ന കടകൾ ഇതെല്ലാം മുസ്ലിങ്ങളുടെയാണ്. അത് 100 ഷോപ്പ് ഉണ്ടെങ്കിൽ 90 മുസ്ലിങ്ങളുടെയാണ്. ആയതുകൊണ്ട് അവരുടെ പിന്നിൽ കൂടെ ഒരു കുത്തുന്നതിനാണിത് ഇവർ ചെയ്തിട്ടുള്ളത്. അവരുടെ വരുമാനം മുടക്കുക, സാമ്പത്തികമായിട്ടുള്ള ശേഷി അവരില്ലാതാക്കി മാറ്റുക. അതിനെന്തെല്ലാം വഴി സ്വീകരിക്കാമോ ആ വഴി മുഴുവൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അയോധ്യ അമ്പലത്തിൻ്റെ ചുറ്റും 15 കിലോമീറ്റർ ചുറ്റും ഇനി ഇവിടെ നോൺ വെജിറ്റേറിയൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. മാമുക്കോയോട് പറയാണ് നോൺ വെജിറ്റേറിയൻ ഇവിടെ പാടില്ലാമെന്നല്ലേ. അതിന് നമ്മൾ നോൺ വെജിറ്റേറിയൻ അല്ലല്ലോ, നമ്മൾ ചിക്കനല്ലേ വെക്കണേന്ന് പറയുകയാണ്. അതാണ് അങ്ങനെ സ്വഭാവം. നമ്മൾ നോൺ വെജിറ്റേറിയൻ ഇവിടെ വെക്കണില്ലല്ലോ, നമ്മൾ ചിക്കനല്ലേ വെക്കണേ എന്ന് പറഞ്ഞ പോലെ. ഇനി പറയാൻ പറ്റുള്ളൂ, നോൺ വെജിറ്റേറിയൻ പൊരിക്കാൻ പറ്റില്ല. അപ്പം ഏതായാലും സംഘപരിവാർ ഇങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഇനി കാണാം. ഏതായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും പറഞ്ഞ് ഈ ജില്ല എല്ലാ അമ്പലങ്ങൾക്കും ഇത് ബാധകമാക്കാൻ ഇനി സംഘപരിവാർ ശ്രമിക്കും. അമ്പലങ്ങളിൽ എന്നിട്ട് പറയും, അതെ ഇവിടെ ഒരു ബോർഡ് വെക്കണം കേട്ടോ. എന്താ ബോർഡ്? ഈ അമ്പലത്തിന് ചുറ്റളവിൽ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെ നോൺ വെജിറ്റേറിയൻ ഷോപ്പ് ഉണ്ടാവാൻ പാടില്ല. മറ്റേ ഷോപ്പുകൾ ഉണ്ടാവാൻ പാടില്ല. പച്ചക്കറി പീടികകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ.
എന്നവിടെ പറയും. അതിപ്പോൾ എങ്ങനെയാണ് അവിടെ വെക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ ഒന്ന് വെക്കണ്ട ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയും. അപ്പോൾ അതൊരു പ്രശ്നം. ഏതായാലും ഹിന്ദുത്വവാദികളും പല ഹിന്ദുക്കളും ഇവരോടൊപ്പം കൂടും. ശരിയല്ലേ ഈ പല ഹിന്ദുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഇന്ന് ഞാൻ ഗീതയ്ക്ക് വരുന്നില്ല, കാരണം ഞാൻ ഇറച്ചി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോട് പറയും, നിങ്ങൾ കഴിക്കുന്ന ഇറച്ചി, ആ ഇറച്ചിയുടെ മൈന്യൂട്ടർ എന്നൊരു വാക്കില്ല കേട്ടോ, മൈന്യൂട്ടർ ദാൻ മൈന്യൂട്ട് ഞാൻ ഉണ്ടാക്കിയൊരു വാക്കാം. അപ്പോൾ അതേ ആ ഒരു അംശം നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യും, നാളെ മുതൽ വരണ്ടെന്ന് പറയും. അല്ല ഇത് കഴിച്ചോണ്ടാ, നിങ്ങൾക്ക് വേണേൽ ഇന്ന് വന്ന് ക്ലാസ്സിലിരുന്നോ, അല്ലെങ്കിൽ നാളെ പോലും വരണ്ടെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ ഓരോരുത്തർ സ്വയം അടിച്ചേൽപ്പി വെക്കുന്നതാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ BJP ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് പറഞ്ഞാൽ തിരിച്ചു പറയും, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരതിൽ തണ്ടയുണ്ട്, കുത്തുപോർ, അല്ലെങ്കിൽ ഒരു ആസനത്തിലൂടെ കയറ്റുപോർ. ആയതുകൊണ്ട് തന്നെ അനുസരിച്ച് നിൽക്കാനേ പറ്റുള്ളൂ. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത്ര മാത്രമേ പറ്റുള്ളൂ. എല്ലാവരും വിളിക്കുന്നു. ചാർലി ചാപ്ലിൻ ഒരു ജാഥ വരുന്ന സമയത്ത് ചാർലി ചാപ്ലിൻ ജാഥ ക്രോസ് ചെയ്യാൻ നോക്കിയതാണ്. ആ സമയത്ത് ആൾക്കാർ കൂടി ഇടിച്ചു, അയാൾ ജാഥയുടെ അകത്തായി. അയാളൊരു കൊടിയും പിടിച്ചു, ഇയാളെന്ന് അടിവിന് മുമ്പിൽ. എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ആദ്യം ഇയാളെയാണ് എൻ്റെ നേതാവെന്ന് വിചാരിച്ചിട്ട്. ഏതായാലും ഇനിയുള്ള കാലത്ത് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഒരു കാവ്യക്കൊടി വീട്ടിൽ വാങ്ങിച്ചു വെക്കുക. ഏതെങ്കിലും എല്ലാവരും കാവ്യക്കാരെ ആരുടെ മനം പോയി കാവ്യം ഞങ്ങൾ ഉയർത്തി കാണിക്കുക, ഞങ്ങളും നിങ്ങൾ തന്നെയാണെന്നുള്ള ഭാവത്തിൽ. തൽക്കാലം മോഡി എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിന് പോകുന്നവരെ, BJP വീഴുന്നത് വരെ കുറേയൊക്കെ അങ്ങോട്ട് സംഖ്യയായിട്ട് അഭിനയിക്കുക. ഞാൻ സാധാരണക്കാരോടാണ് പറയുന്നത്. അല്ലെങ്കിൽ വീടിനകത്ത് മണം വന്നാൽ മതി, വീടിനകത്ത് കയറി തല്ല് നടക്കും. അതാണ് സംഭവിക്കാൻ പോണത്. നമസ്കാരം.